നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാരിന്റെ അതായത് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ എത്ര പൈസ വാരി എറിഞ്ഞാലും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ പൈസ വാങ്ങിച്ച് വോട്ട് ചെയ്യുമെന്നൊരു ഒരു വിശ്വാസം അതാണ് പിണറായി സർക്കാരിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറാവുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ക്ഷേമ പെൻഷൻ കൂട്ടുക, കൂടാതെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കുറയ്ക്കുക, ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന ഒരു 100 ദിന ജനപ്രിയ ആ, കർമ്മ പദ്ധതികൾ പ്രഖ്യാപിക്കുക, ഓടി നടന്നുകൊണ്ട് ഉദ്ഘാടനങ്ങൾ ചെയ്യുക, അതോടൊപ്പം തന്നെ കിറ്റുകൾ കൊടുത്ത് ജനങ്ങളെ വശീകരിക്കുക, അങ്ങനെ വില കുറച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ വീണ്ടും ഒരു ഇടം നേടാനൊക്കെ ഒരു ശ്രമങ്ങളാണ് ഇടതുപക്ഷ സർക്കാർ നടത്തിയത്. അത് ഒരു തവണ വിജയിച്ചുവെങ്കിൽ അതേപോലെ അടുത്ത തവണയും അങ്ങനെ ഒരു തന്ത്രം മെനയാനായിട്ട് ഇടതുപക്ഷം നോക്കിയപ്പോൾ ജനങ്ങൾ വീണ്ടും അത് പറ്റില്ല, നമുക്ക് വികസനമാണ് വേണ്ടത്, അല്ലാതെ വികസനം എന്ന കപട വാഗ്ദാനം നൽകി വീണ്ടും നമ്മളെ പറ്റിക്കാമെന്ന് ഇടതുപക്ഷ സർക്കാർ വിചാരിക്കേണ്ട എന്നൊരു നയമാണ് ജനങ്ങൾ തന്നെ സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാർ പല പദ്ധതികൾക്കായിട്ട്, അതായത് വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ റോഡ് ഗതാഗതം, അങ്ങനെ കേരളത്തിൽ വലിയൊരു വികസനം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകൾ അതാത് കേന്ദ്ര വകുപ്പുകൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കുമ്പോൾ അതെല്ലാം സംസ്ഥാന സർക്കാർ സ്വന്തമായി തന്നെ വകമാറ്റിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക്, അതായത് സ്വകാര്യമായി അവരുടെ പോക്കറ്റ് നിറയ്ക്കാനായിട്ട് മാത്രമാണ് ഈ ഇടതുപക്ഷ സഖാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുകൾ നേരെ എടുത്ത് ക്ലിഫ് ഹൗസിൽ കൊണ്ട് നീന്തൽക്കുളം നടത്തുന്നു, പശുക്കൾക്ക് അവിടെ FM ഒക്കെ ഇട്ട് പാട്ട് വെച്ചു കൊടുക്കുന്നു, അങ്ങനെ സ്വകാര്യമായ രീതിയിൽ വാഹനങ്ങൾ വാങ്ങിക്കുന്നു. അങ്ങനെ അവരുടെ സഖാക്കന്മാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്ര ഫണ്ടുകളെല്ലാം തന്നെ വിനിയോഗിക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇതിന് വകമാറ്റി ചെലവഴിക്കുന്നു എന്നുള്ള പല തെളിവുകൾ സഹിതം BJP തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി തന്നെ, ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് പല പദ്ധതികൾക്ക് വിനിയോഗിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിലേക്ക് സ്വാഭാവികമായി ഫണ്ട് കൊടുക്കും. പക്ഷെ ആ ഫണ്ട് സംസ്ഥാന സർക്കാർ എന്തായാലും രാഷ്ട്രീയ ചെലവിന്, അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുമെന്ന് വ്യക്തമായി കേന്ദ്ര സർക്കാരിന് അറിയാവുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനൊരു മൂക്കുകയറി ഇട്ടിരിക്കുകയാണ്. അതായത് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ശമ്പള വർധനവും DA യും അടക്കം വിവിധ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ ഇനി സംസ്ഥാന സർക്കാർ നന്നേ പാടുപെടേണ്ടി വരും. ഒരു 3 മാസമൊക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ കൊടുക്കുന്ന സ്ഥിരം പരിപാടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വൻ പണം ചെലവഴിക്കാൻ ലക്ഷ്യമിട്ട സർക്കാരിന് 8ന്റെ പണിയാണ് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചാണ് കേരള സർക്കാരിന് വലിയ തിരിച്ചടി കേന്ദ്രം തന്നെ നൽകിയിരിക്കുന്നത്. ഇനിയുള്ള 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നത് 12,516 കോടി രൂപയിൽ നിന്ന് 6,880 കോടി രൂപ ഒറ്റയടിക്കാണ് കേന്ദ്ര സർക്കാർ അവിടെ വെട്ടിക്കുറച്ചത്. ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് ഇതിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കൃത്യമായി ക്ഷേമ പെൻഷൻ കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒന്നിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു തന്ത്രം പിണറായി സർക്കാർ നടപ്പിലാക്കിയിരുന്നു. അതിലാണ് കേന്ദ്രം ഇപ്പോൾ കൈവച്ചത്. ഇക്കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക 5,944 കോടി മാത്രമായിരിക്കും. ഇതോടെ ക്ഷേമ പെൻഷന്റെ വിതരണമടക്കം പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്ഷേമ പെൻഷന് സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ ശമ്പളവും DA അടക്കം നൽകേണ്ട അവസ്ഥയും ഉണ്ടാകും. നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുന്ന പദ്ധതികൾക്കും പണം കണ്ടെത്തേണ്ടി വരും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം പ്രതിസന്ധിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തതോടെ സംസ്ഥാന സർക്കാരിന് ഇനി സ്വന്തമായി കളത്തിലിറങ്ങി കളിച്ചാൽ മാത്രമേ ഇനി നിയമസഭയിലെങ്കിലും വല്ല വോട്ട് കിട്ടുള്ളൂ. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ മാത്രം 20,000 കോടി രൂപ വേണം. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് 15,000 കോടിയിലേറെയാണ്. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ല എന്നതാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ ദൂരത്തിന് ഇന്നും ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നൽകുന്ന സ്ഥാപനങ്ങൾ അത് വായ്പകൾ തിരിച്ചടച്ചില്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ 3,300 കോടി രൂപ നേരത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. ഇനിയുള്ള ആകെ ഒരു വഴി ട്രഷറിയിൽ ബോർഡ് തൂക്കുക, ട്രഷറിക്കകത്ത് ഒന്നുമില്ല, ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലേക്കാണെന്ന്. ആകെ ഗ്യാരണ്ടി നൽകുന്ന തുകയുടെ 0.5% വീതം 5 വർഷം കൊണ്ട് 2.5% കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്ന് കേരളം സമ്മതിച്ചതോടെ തടഞ്ഞുവെച്ച ഈ 3,300 കോടി രൂപ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ 2.5% തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശം എത്തിയതോടെ അക്കാര്യത്തിലും സർക്കാരിന്റെ പ്രതീക്ഷ അറ്റിരിക്കുകയാണ്. ഇനിയുള്ളത് ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രഷറിയിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക വഴിയേ ഉള്ളൂ. കാരണം
5 വർഷം കൊണ്ട് തന്നെ, അതായത് ഈ 10 വർഷ കാലയളവിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം എടുത്തു കഴിഞ്ഞാൽ എന്ത് ഇടതുപക്ഷ സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്തു, എന്ത് ഒരു നേട്ടമാണ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? വില കുറഞ്ഞ, ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കിറ്റുകൾ റേഷൻ കട വഴി ആണ് നൽകിയത്. കൂടാതെ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് മാറ്റം കൊണ്ടുവന്നു? വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? ആരോഗ്യ മേഖലയിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? കൃഷി മേഖലയിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു? അങ്ങനെ അക്കമിട്ട് ചോദിച്ചാൽ അതിനെല്ലാത്തിനും ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഈ 10 വർഷം ഭരിച്ചതിന്റെ നേട്ടം ഈ ഭരിക്കുന്ന മന്ത്രിമാർക്കും സഖാക്കൾക്കും മാത്രമായിരുന്നു എന്നതാണ് പറയേണ്ടി വരിക.